ഇതിന്റെ ഒക്കെ ആള്. അബ്രക്കാഡബ്ര. എടോ ക്യാമറയിൽ കിട്ടണ്ടെന്ന് നോക്കി. അതൊക്കെ ഉണ്ട്. നല്ല ഇടിവെട്ടിട്ടാ. റെക്കോർഡിംഗ് കിട്ടണ്ട. ഇനി ഒന്ന് കമത്തുവോ? ഞാൻ പൊക്കട്ടെ. അമ്മ നോക്കട്ടെ. പയ്യെ പയ്യെ. ഹലോ. അപ്പൊ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി പോണത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാസിന്റെ പ്രശ്നങ്ങളായിരുന്നു. അപ്പം റിസ്ക് എടുക്കാൻ ഞങ്ങൾക്ക് പറ്റണുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കലും അങ്ങനത്തെ വീഡിയോ ഒക്കെയാണ്. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇപ്പൊ ഒരു കുക്കിംഗ് വീഡിയോ എടുക്കാൻ വേണ്ടി പോണത്. കുറെ നാളായി, എനിക്ക് തന്നെ ഓർമ്മയില്ല തോന്നുന്നത്. പിന്നെ അത് നമ്മളിപ്പോ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഒരു ബ്രെഡ് പുഡിംഗ് ആണ് കേട്ടോ. അത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. എനിക്ക് അറേബ്യൻ ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കാനായിരുന്നു താല്പര്യം. സെയ്ദുവിന് സാധാരണ ബ്രെഡ് പുഡിംഗ്. അറേബ്യൻ ബ്രെഡ് പുഡിംഗ് സിമ്പിൾ ആണ്, അതിന്റെ അകത്ത് ഒന്നുമില്ല. ഈ സാധാരണയിലാണ് കുറച്ച്. എനിക്ക് പാളിപ്പോവും. അറിയില്ല, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നത് വളരെ പുറകോട്ടാണ്. കാരണം അത് ഫ്ലോപ്പ് ആവാനാണ് എന്റെ മനസ്സ് പറയണത്. കാരണം കുക്ക് ചെയ്ത് വരുമ്പോ അത് ആവില്ല. എനർജി ഇല്ല, കുറച്ച് എനർജി ഇട്ടോ. കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് എപ്പോഴും അങ്ങനെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാറില്ല. എന്നാളും ഒരു പുഡിംഗ്, ജെല്ലി കേക്ക് അല്ല, വേറൊരു സംഭവം ഞാൻ പുഡിങ്ങിനെ പോലെ തന്നെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് കേക്ക് അതാകെ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഫെയിലായി പോയ പിന്നെ എന്റെ അന്നത്തെ ദിവസം തന്നെ പോക്കാവും. പിന്നെ എനിക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ അധികം കുക്ക് ചെയ്യാനൊന്നും ഒരു താല്പര്യം അങ്ങോട്ട് വരുന്നില്ല. ചൂട്, അടുക്കളയിൽ ഒരു 2 സെക്കൻഡ് നിൽക്കാൻ പറ്റണില്ല, ചൂടെടുത്തിട്ട് നിൽക്കാൻ പറ്റണില്ല. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ കുട്ടികളുടെ വെക്കേഷൻ തുടങ്ങി. അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടി വരുമല്ലോ. ഞാൻ ഓർത്ത് ലച്ചുവിന്റെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലേ, നമുക്കൊരു ബ്രെഡ് പുഡിങ്ങിൽ തന്നെ തുടങ്ങാം. ഇനി നമുക്ക് 2 മാസം കിടക്കണല്ലേ. അപ്പൊ ഓരോന്ന് ട്രൈ ചെയ്തിട്ട് ലച്ചുവിന് എനിക്ക് കൊടുക്കണം. പൊടി അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. വളരെ സിമ്പിൾ ആണ്. പിന്നെ കുറച്ച് പാലൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനുണ്ട്, അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമുക്ക് നോക്കാം. പിന്നെ എന്തൊക്കെയാ വേണ്ടത്? ഇതിന് വേണ്ടത് മുട്ട. എത്ര മുട്ട? 2 മുട്ട. 2 മുട്ട, 2 സ്ലൈസ് ബ്രെഡ്, പിന്നെ ബ്രെഡ്, പിന്നെ വാനില എസൻസ് 2 സ്ലൈസ് എന്നാ അവര് പറഞ്ഞത്. അത്രയും മതിയാ? അത്രയും ചെറിയ ക്വാണ്ടിറ്റി ആണ് ഉണ്ടാക്കണേ. അവരങ്ങനെ പറഞ്ഞു. നമുക്കപ്പൊ എത്ര ഉണ്ടാക്കണം? 2 പാൽ എത്ര വേണം? 500 ml. ആണല്ലേ? എടുക്കണോന്നാ പറഞ്ഞത്. എനിക്ക് അറിയില്ല, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണത്. നമ്മളെല്ലാം ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് കറക്റ്റ് വന്നില്ലേ? കറിയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ആ കറക്റ്റ് കൺസിസ്റ്റൻസിൽ വന്നില്ലെങ്കിൽ പോയി. ഞാൻ പറഞ്ഞ വെച്ചാൽ അവര് പറയണത് 2 സ്ലൈസ് ബ്രെഡിന് 2 മുട്ട എന്നാണുള്ള കണക്ക്. അതായിരിക്കൂലേ കറക്റ്റ്? അല്ലാതെ നമ്മൾ കുറെ ഇട്ട് കഴിഞ്ഞാ പിന്നെ നോക്കാം. അപ്പൊ നമ്മൾ ട്രൈ ചെയ്യാണ്. കൊളായാലും കൊളായി, നന്നായ അത്ര സന്തോഷം. അപ്പൊ ഫസ്റ്റ് തന്നെ ഇത് കാരമലൈസ് ചെയ്യണോ? ഷുഗർ കാരമലൈസ് ചെയ്യാനാണ് ആദ്യം പറഞ്ഞത്, അതോ പാല് റെഡ്യൂസ് ചെയ്യണോ? ഏതാ ചെയ്യണ്ടേ? എന്നോട് ചോദിച്ചാൽ എന്നാലും ചെയ്തതിന്റെ ഒരു അഭിപ്രായം, എനിക്ക് ആരും ഇല്ലല്ലോ ഇവിടെ അഭിപ്രായം ചോദിക്കാൻ. പാലും റെഡ്യൂസ് ചെയ്യും. അപ്പൊ പാല് റെഡ്യൂസ് ചെയ്യും, എന്നിട്ട് ഇത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ചായ കുടിക്കണ്ടേ? ഇത് മാത്രം ഞാൻ മേടിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 2 പാല് വേണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിക്കാൻ പോവാണ് കേട്ടാ. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ. അതാ നമ്മള് പായസം വെക്കുക, ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോ ഈ ഗ്രീൻ കളർ മിൽമയുടെ പാല് ഭയങ്കര നല്ലതായിരിക്കും. ഫുൾ ഫാറ്റ് ആണ് കേട്ടത്. ഇതൊന്ന് കുറയ്ക്കാന്നാണ്, ഇത്തിരി കുറച്ചെടുത്താൽ മതി. പഞ്ചസാര എത്ര ഇടണം? പഞ്ചസാര 1/4 എന്നാ പറഞ്ഞത്. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് കണക്കറിയാന്ന് ഓർത്തിട്ടല്ലേ? കണക്കറിയാന്ന് ഒരു ഈച്ച കറങ്ങി നടക്കുന്നുണ്ട്. അത് ഇന്നലെ അടിച്ചു കൊല്ലണ സാധനം. അതായത് 4 ടേബിൾ സ്പൂൺ ആണ് 1/4 കപ്പ്. നീ എന്തായാലും കുറെ അങ്ങോട്ട് ഇടും, മധുരം വേണോല്ലേ? 1/4 തന്നെ, 1/4 സ്മോൾ സ്പൂൺ, 4 ടേബിൾ സ്പൂൺ ആണ് അവര് പറയണത്. 3, 4, പക്ഷെ ഞാൻ ഒരു 4 കൂടി ഇടുന്നുണ്ട്. ചൂടാക്കണ്ടേ പാല്? പിന്നെ ഇത് കത്തിച്ചേക്കണ എന്താ? അല്ല, ഈ ഇത് അത് ഞാനിപ്പോ ഇവിടെയൊക്കെ പോയപ്പോഴത്തേക്കും പാല് തിളച്ചു പോവൂലേ? ഇങ്ങനെ കൊറേ നേരം ഇളക്കണം. ഓൾറെഡി
ഇളക്കണ്ട, ഞാനിപ്പോ പഞ്ചസാര ഇട്ടോണ്ടൊന്ന് അടിക്കിതാക്കാതെ. ഈ സമയത്തൊക്കെയാണ് ഒരു പോർട്ടബിൾ AC ഒക്കെ വേണ്ടത്. പോർട്ടബിൾ AC ഒന്നും സാധനം ഇല്ല, അത് ആളുകൾ തട്ടിപ്പിന് വേണ്ടി ഉണ്ടാക്കാം. പിന്നെ ഇല്ലേ, നമ്മളിപ്പോ ഗ്യാസ് ഭയങ്കര കുറച്ചൊക്കെ പിശുക്കിയാണ് കേട്ടോ. വെള്ളമൊക്കെ തിളപ്പിക്കുമായിരുന്നു നേരത്തെ. ഇപ്പൊ ഞങ്ങൾ മേടിക്കുകയാണ് ചെയ്യുക. 20 ലിറ്ററിന് 60 രൂപ. അങ്ങനെ പോയി ക്യാൻ എടുത്തുകൊണ്ട് വരിക ചെയ്യണം. കാരണം എല്ലാവർക്കും നല്ലോണം വെള്ളം വേണമല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ പായസം ഉണ്ടാക്കാൻ ഇഷ്ടമാണെങ്കിൽ എനിക്ക് മറ്റേ ഇൻസ്റ്റന്റ് പായസം ഇല്ലേ, പാക്കറ്റ്, അതെനിക്ക് ദേഷ്യമാണത്. കാരണം അവർ ക്യുക്കായിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇട്ട് ഇളക്കി 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 എൻ്റെ ദൈവമേ, അതിനേക്കാളും നല്ലത് പോയി മേടിക്കണേണ് പായസം. എടി വാനില എസൻസ് ഇതിന്റെ അകത്ത് ഇടുവോ? ഇപ്പൊ ഇടുവോ? ഇപ്പഴല്ല, അടിക്കാൻ നേരത്ത് ഇടാ മിക്സിയില്. ആണോ? മിക്സിയിലിട്ട് അടിക്കോ ഇത്? ആ, പഴവും മുട്ടയും പാലും. ഏത് പഴം? പഴമല്ല, സോറി, പാലും മുട്ടയും ബ്രെഡും ഷെയ്ക്കാന്ന് ഓർത്തു. നീ ആ വീഡിയോ ഒന്ന് കാണിച്ചതേ. വേണമെങ്കിൽ എടുത്ത് കാണും, ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. വിശ്വാസം ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ. ഇത് അതിലങ്ങനെ അടിക്കണോന്ന് പറഞ്ഞാൽ സേതുവേട്ടൻ ഉണ്ടാക്കണം കേട്ടാ. വേണ്ടടി, അച്ഛന് വിശ്വാസമില്ല. അച്ഛന്റെ വീഡിയോ കേക്ക് പാലിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണോ? ഈ പാലും മുട്ടയും കൂടി മിക്സ് ചെയ്യും, മനസ്സിലായോ? വെറും പാലും ചൂടുപാലും ബ്രെഡും കൂടി മിക്സ് ചെയ്ത് ഇതിലിട്ടടിക്കും, മിക്സിയിലിട്ടടിക്കും. അല്ല, പിന്നെ വേറെ പാല് വേണോ? അല്ലേ, വേറെ പാല് ഇനിയും ചൂടാക്കണോ? ചൂടാക്കിയിട്ട്. അച്ഛന് പോ, ഇതല്ല ഒഴിക്കണത്, മുട്ടയിൽ ഇതാണ് ഒഴിക്കണത്. ബ്രെഡ് മിക്സിയിലിട്ട് അടിക്കണത് സാധാ വേറൊരു മിൽക്കും. അത് എത്ര ml? അത് കുറച്ച് വേണമെന്നാ പറഞ്ഞത് അവര്. സേതുവേട്ടനാണ് വീഡിയോ കാണാത്തത്, ഞാനല്ല. സേതുവേട്ടൻ പറയണ ഇത്ര തന്നെ പാല് വീണ്ടും തിളപ്പിച്ചിട്ട് പോയെന്ന്. ഓക്കെ, ഇനി എന്താണ് അടുത്ത് ചെയ്യാൻ പോണത്? ഇത് ഓഫ് ചെയ്യാൻ പോവാ. ഞാൻ ഓഫ് ചെയ്യും. 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം അല്ലേ? ചിലപ്പോ നമുക്ക് വേഗമാവും സേതുവേട്ട, അവർക്ക് വട്ടാണ്. ഓക്കെ, നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ കോപ്പി അടിക്കുകയാണെങ്കിലും നമ്മുടേതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം. അതാണ് ഈ കൊളാക്കല്. ഇനി നമുക്ക് ക്യാരമലൈസ് ചെയ്യണ്ടേ? ബ്രെഡ് ആദ്യം ഞാൻ പറഞ്ഞു. ഓ, വന്നേക്കണേന്ന്. ഇത് നമ്മള് സാധാരണ ബ്രെഡാ മേടിച്ചേക്കുന്നത്. സിസേഴ്സ് ഉണ്ടോ മോനെ അവിടെ? ഈ സൈഡ് വേണ്ട ബ്രെഡിന്റെ. ഒരു ബ്രെഡും കൂടെ നമുക്ക് എടുത്താലോ? കാരണം അവര് പറയണ പോലെ നമ്മുടേതായിട്ട് എന്തെങ്കിലും. ബ്രെഡ് അധികമായി കഴിഞ്ഞാ ഇന്റെ പരിവാവോ? അല്ല സേതേട്ടാ, അവരുടെ ഇത്തിരി വലിയ ബ്രെഡ് അല്ലായിരുന്ന? നമ്മുടെ ഈ 4 അരികും പോയപ്പോ ഒന്നും ഇല്ലാണ്ടായിപ്പോയി. നീ ഇതങ്ങാനും കൊളായി പോയ അച്ഛനും മോളും പറയും ഈ ബ്രെഡ് ഒരെണ്ണം കൂടുതൽ എടുത്തിട്ടാണ്. അപ്പൊ നമ്മള് 2 ബ്രെഡിന്റെ പകരം 3 ബ്രെഡാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് എന്തായാലും ഹോട്ട് മിൽക്ക് എണ്ണയിലേക്ക് ഒഴിച്ചു വെക്കാം. സേതുവേട്ടനിപ്പോ ഒരാള് വന്നപ്പോ അങ്ങോട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഹോട്ട് മിൽക്കിലോട്ട് ഒഴിച്ചു. ആ ബ്രെഡ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ആലോചിക്കാണ്, എനിക്കറിയില്ല, അത് ഇന്നലെ ഉണക്കച്ചെമ്മീനൊക്കെ വന്നപ്പോഴേ പോയില്ല. അത് രാഗി, നിസ്സാരം പോയി രാഗിയാണ് ഇതെല്ലാം ചെയ്തത്. ഓ പറ്റണില്ല കേട്ടാ, തലവേനയും ചൂടൊക്കെ എടുത്തിട്ട് ചെയ്തോട്ടാ കുക്കിംഗ് വീഡിയോ. ആ, മതിയില്ലേ ചേട്ടാ? മതിയടി. പഞ്ചസാര മെൽറ്റ് ചെയ്യുമ്പോ ബട്ടർ ഒന്നും ഇടണ്ടല്ലേ? ഫോയിൽ പേപ്പർ ഉണ്ടോ അടി? ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് വെച്ചിട്ടാണ് അവര് അടച്ചു വെച്ചേക്കുന്നത്. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണോ അല്ലേ ചേട്ടാ? ഇതായി കഴിഞ്ഞിട്ട് എനിക്കത് ഉരുകട്ടെ.
അപ്പൊ കട്ട യൂസ് ചെയ്തിട്ട് ഇല്ല. ഉം. മതി, മതി, മതി. ആ, ആ. അതാ പറഞ്ഞ നേരത്തെ ഒഴിക്കണമായിരുന്നു. ഇതെന്ത് ചെയ്യും? അതെന്താ അങ്ങനെ ആയിപ്പോയത്? ഞാൻ ചെയ്തോട് പറഞ്ഞില്ലേ? നീ അവരെങ്ങനെ കാരമലൈസ് ചെയ്തെന്ന് എന്റെ സേതുവായിട്ട് ഇങ്ങനെ തന്നെയാണ് എല്ലാരും ചെയ്യണേ. അപ്പൊ കട്ടെ അതെനിക്കറിയില്ല. അപ്പൊ നേരത്തെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്തായാലും മാറ്റി വേറെ ഉണ്ടാക്കി. മിക്കതാവട്ടെ ഇത്രയും പഞ്ചസാര പോയാ ഏത്തോട്ടെ അങ്ങനെ തെറിച്ചാണ്ടല്ല തീർന്നു. ലോ ഹീറ്റിലായിരുന്നു ചെയ്യുന്നത്. ഇതേ ലോ ഹീറ്റ് അല്ലേ ചെയ്തത്? നേരത്തെ ലോ ഹീറ്റിലായിരുന്നു. എന്താ ഷുഗർ ആൻഡ് ഇതിൽ മീഡിയം. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു ചെയ്തിട്ട് ഒന്നും ഞാൻ പറയണ കേക്കൂല. അത് കളയല്ലേ. ഞാൻ എന്ത് പറഞ്ഞാലും പറയും വെള്ളം ഒഴിക്കല്ലേ വെള്ളം ഒഴിക്കല്ലേ. ഉണ്ടാക്ക്. ഇതെടുക്കണണ്ട. അല്ല അച്ഛനൊന്നും കാണൂല. എന്നിട്ട് അത്രയും പഞ്ചസാര എല്ലാം നശിപ്പിക്കും. അച്ഛന്റെ സന്തോഷം. കഴിക്കാൻ പറ്റും. മോനെ അത് എടുക്കല്ലേട്ടാ. കൈ പൊള്ളും. അമ്മ പറയണതാണ്. പഞ്ചസാര ഇനഫിനിട്ടാ രാഗി. ആ പറ്റണില്ല. ചൂടെടുത്തിട്ട് തലവേന വരെ. എന്നോട് പറഞ്ഞ പഞ്ചസാര ഫുള്ള് അലിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. അച്ഛനൊന്നും ഇതാക്കിട്ടാ അത് ചെയ്തു തരേയില്ല. അപ്പൊ നിങ്ങള് കഴിച്ചേക്കണ 6 ടേബിൾ സ്പൂൺ ഷുഗറാണ് ആ തിന്നേക്കുന്നത്. കഴിച്ചോ എന്തെങ്കിലും കാണിക്കും. ഇത് ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും കൂടി കഴിക്കും. നിങ്ങൾ ഈ ഉള്ള പഞ്ചസാര മൊത്തം തിന്നണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ പുഡിങ് ഉണ്ടാക്കണത്? ഇത് കാണിക്കണമെന്നില്ല അത്രയും സമയം. കൊളമാവണ സമയം എടുക്കാൻ തുറന്ന് എന്ത് പറഞ്ഞാലും ചിരിയാണ്. അവര് ബ്രൗൺ ഷുഗർ ആയിട്ട് ഇടണത്. അതാണ് ആ കളർ വരുന്നത്. കാരമലൈസ് ചെയ്യുമ്പോ ബ്രൗൺ ആവുകയാണ്. ഇതാവണില്ലല്ലോ. ആകും കരിയുമ്പോ ചെയ്തു. കണ്ടായി തന്നെ എന്താ? ഓ പുണ്യാളാ. ഞാൻ അളക്കണം. അവരെന്തെങ്കിലും ഇടട്ടെ. അമ്മ ഒരു എക്സ്ക്യൂസ് പറഞ്ഞാൽ നീ അതപ്പോഴത്തെ അതിന്റെ ഇത് കണ്ടുപിടിച്ചല്ലേ. അച്ഛനാണെങ്കിൽ എല്ലാം പൊട്ടത്തരോ പറയുള്ളൂ. അച്ഛൻ പറഞ്ഞ പോലെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പുഡിങ് അല്ല പുഡിങ് ആയാണ്. അച്ഛൻ ഒരു വീഡിയോ കാണൂല. എവിടെ നോക്കട്ടെ പൊട്ടത്തെറ്റായിരിക്കേ. എന്നിട്ട് എന്നെ ചീത്ത പറയും. എന്നിട്ട് പറയണേ നിങ്ങൾ അങ്ങനെ പഞ്ചസാര ഷുഗർ ഇല്ലാത്ത പുഡിംഗ് ആണ് ഇത്. അപ്പൊ തന്നെ ആ പാത്രത്തിലോട്ട് ഒഴിക്കാം അല്ലേ? അങ്ങനെയാണ് അവര് പറഞ്ഞത്. അത് മാത്രം കണ്ടില്ലല്ലേ? ഞാൻ എന്റെ ബുദ്ധി വെച്ചിട്ടാണ് ഒരു വീഡിയോ എങ്ങനെ വേണം അതൊന്നും ഓർത്തിട്ടൊന്നും അല്ല. ABCD അറിയാതെ വരുന്നത്. അത്ര വേണ്ട. തിക്കായി കഴിഞ്ഞാലേ പൊക്കത്ത് കട്ടി പോലെ ഇരിക്കണം. ഇത് മതിയാ? ഇനി പൊക്കത്ത് മിഠായി പോലെ കട്ടിയായി കിടക്കുവോ? ഇതിനി ഇരിക്കുമ്പോ കട്ടയാവേ. കട്ട ആവരുതല്ല, വെള്ളം പോലെ തന്നെ കുറച്ചും കൂടി ഡാർക്ക് ആകുമോ ഈ സാധനം? ഇളക്കി വെക്കോ കുറച്ചു നേരം കൂടെ. ഓൺ ചെയ്തേ. അയ്യോ എനിക്ക് വയ്യേ. ചെയ്യണില്ലേ? എന്തിളക്കാൻ? ഇതന്നല്ലേ പറഞ്ഞത് അത് ഇതാക്കി തരാന്ന്. നീ ഇത് ഓൺ ചെയ്. നിങ്ങക്ക് അതും കൂടി അറിയില്ലേ? ഞാൻ ഈ സാധനം പിടിച്ച് ഇങ്ങനെ. അത് വേണ്ട, അത് എടുത്ത് വെക്കത്. മതിയാ? ഒന്നും കൂടി ബ്രൗൺ ആവണ്ടേ? കുറച്ച് വെക്കൂല വെച്ചോ. ബ്രൗൺ ആവണുണ്ടോ? ഫോൺ തട്ടല്ലേ? ആവട്ടെ. ഇനി ഇത് നോക്കിക്കോട്ടെ. അച്ഛൻ അത് ആയി കഴിയുമ്പോൾ ഈ പാത്രത്തിൽ എനിക്ക് ഒഴിക്കാൻ പറ്റാതെ ഞാനാ പറയണത്. ഇത്ര ബ്രൗൺ ആയപ്പോലെ അത് പറഞ്ഞപ്പോ പേടിയായി. ചോറ്റും പാത്രം എന്ത് എടുക്ക്. അത് ഇതിന്റെ ഉള്ളിലാന്ന് തോന്നുന്നതാ. ഇതാണ് മോനെ ഇവിടത്തെ. ശരിയായില്ലേ? ഒഴിക്കട്ടെ. മതിയാ? മൊത്തം ഒഴിക്കണോ? പിന്നെ ഒഴിക്കണ്ട, ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. എന്നാലോടെ കേക്ക്. ചുറ്റിക്ക്. ഓ
ഇതാ കിട്ടുണ്ണിയുടെ എനിക്ക് അവസ്ഥയാണ്. അത് ഇത് 100 പണിയായിരിക്കും. ഞാൻ എനിക്ക്. പറയുന്നത് അത് ചെയ്ത് ചെയ്യാൻ വേണ്ടിട്ടല്ല പറയണത്, ചെയ്യണേ എടി നമ്മള് ഇത് പറയണ നീ ചെയ്യാൻ വേണ്ടിട്ട് പറയണല്ല. അതിലൊരു കാര്യം ചെയ്യും, അതെടുക്ക് ഇതെടുക്ക്. എനിക്ക് 2 കൈയും കാലും ഒക്കെ ഉള്ളൂ, വെറുതെ അല്ല കിട്ടുണ്ണി പോയത്. ഇതാ ഓ തരാനൊന്നുമില്ല അതിന്റെ ഉള്ളിൽ. ഇനി നമുക്ക് മുട്ട, 2 മുട്ട കേട്ടാ. ഇങ്ങനെ ബൂമ്പാൻ പൊട്ടിക്കണ പോലെ പൊട്ടിക്കട്ടെ. ബൂമ്പാൻ പൊട്ടിക്കണ പോലെ പൊട്ടിക്കാൻ നിൽക്കണം. ഓക്കെ, 2 എഗ് മതി കേട്ടാ. ഒരു പിഞ്ചുപ്പ്, നമുക്ക് കുറച്ച് വാനില എസൻസും കൂടി ഇട്ട് കൊടുക്കട്ടെ. അതിപ്പോഴാണ് ഇടുന്നത്, പിന്നെ എപ്പോഴാണ്? നന്നായിട്ട് വിസ്ക് ചെയ്യാം. വാനില എസൻസ് ഇപ്പോഴാണ് ഇടണേ? എനിക്കറിയില്ല എപ്പോഴാ ഇടണേ. എനിക്കറിയില്ല, ഞാൻ ചോദിച്ചതാണ്. ഞാൻ ഇപ്പൊ ഇടണില്ല, ഞാൻ ലാസ്റ്റ് ഇടുന്നത്. ലാസ്റ്റ് എപ്പോഴാ? എന്താ ചെയ്യാൻ പോണേ? നമ്മളിതാ ഇത് അരച്ചെടുക്കാൻ പോവാ. കുറച്ചെണ്ണം ഇങ്ങോട്ട് ഒഴുക്കി. അല്ല അടിഞ്ഞാ ഇതാ അതതിനകത്തോട്ട് ഇടുന്നാണോ? ഇതിലോട്ട് ഒഴിക്കട്ടെ അരിച്ച്. ഒഴിച്ചോ, അത് ഇങ്ങോട്ട് ഒഴിച്ചോ. അരിച്ചൊഴിക്കണ്ട, അരിക്കാതെ ഒഴിക്കാം. എന്നിട്ട് ഏറ്റവും അവസാനമാണ് എല്ലാം കൂടി ഒഴിക്കട്ടെ. ഇനി എന്താ ചെയ്യണ്ടേ? വാനില എസൻസ്. വാനില എസൻസ്, നമുക്ക് വാനില എസൻസിന്റെ പകരം പൗഡർ ആണ് ഇട്ട് കൊടുക്കണം. വാനില എസൻസ് ഇല്ല കയ്യിൽ. ഇത്ര വെള്ളം പോലെ ഇരിക്കൂ? ഉറപ്പാണോ? ഒഴിക്കാം. ചെറുതായിട്ട് ബ്രെഡ് കിടക്കുന്നുണ്ട്, ചെറിയ രീതിക്ക്. അന്ന് ജയ ഉണ്ടാക്കിയത് ഇങ്ങനെ തന്നെയാണ്. ആവോ, നമ്മളൊന്ന് വീഡിയോ ഉണ്ടായിരുന്നു, കണ്ടായിരുന്നു, പക്ഷെ ഓർക്കണില്ല കേട്ടോ. ചെയ്തിട്ടും കഴിച്ചോ? ഒക്കെ അത്രയും മധുരം വേണ്ട. മതിയായിരിക്കും. അലുമിനിയം ഫോയിൽ ഉണ്ടോ? കറക്റ്റ് ആ മധുരം. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി ഇതിലോട്ട് ഒഴിക്കട്ടെ. അലുമിനിയം ഫോയിൽ വേണ്ട, അത് തെന്നി പോകുമോ? കട്ടയാ ഇങ്ങനെ ഇരിക്കേണ്ടത്. അല്ല, കട്ടയാണ് ചെറുതായിട്ട്. ഓക്കെ, അത് ആവി ഇറക്കുമ്പോ ശരിയായിക്കോളും. ഓ കറക്റ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി ഇത് കവർ ചെയ്യണം അലുമിനിയം ഫോയിൽ വെച്ച്. ഞാനപ്പോഴത്തേക്ക് ഇവിടെ വെള്ളം ഒന്ന് ചൂടാക്കാൻ വെക്കണം. നമ്മുടെ ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ വെക്കണേ. അല്ലാടി, എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കണം. 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം, അങ്ങനെയാണ്? ഫ്രിഡ്ജിൽ വെക്കണം 2 മണിക്കൂർ. ഇതെങ്ങനെ എടുക്കും? ഇത് ലച്ചു കീറി എടുത്തത് ശരിയായില്ലായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ. കുറച്ചു നേരം പിടിക്കും, ഗ്യാസ് ഒത്തിരി പോട്ടാ. ആയാ മതിയായിരുന്നു ഈശ്വര. മതിയത് കേട്ടോ. വളഞ്ഞ പിടിച്ച് ക്ലോസ് ചെയ്യാം. ഇനി അവരൊരു 30 മിനിറ്റ്സാ പറഞ്ഞത്. നമുക്ക് ഇടക്കിടക്ക് നോക്കാനും പറ്റൂലേ അടച്ചേക്കണ. ഇതിൽ വെക്കണോ? അവരും 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിലും കൂടെ വെക്കണം. ശരിയായില്ലെങ്കിൽ ഒന്നുകൂടെ അടച്ചു വെച്ചാൽ ഒന്നും കൂടെ വെക്കാം.
പേടിയാണ് ഇതട്ടോ. തുറക്കട്ടെ. അവിടെ ഇവിടെ വെച്ചിട്ട് തുറക്ക്. ആയി. ഫ്രിഡ്ജ് വെച്ച് കട്ടയാവല്ലേ? അങ്ങനെയാണോ? വീഡിയോ അവര് കാണിച്ചില്ല കേട്ടാ പറഞ്ഞത്. കിളക്കല്ലേ കേട്ടാ. ഭയങ്കര ചൂട്. എങ്ങനെ എടുക്കും? ഇത് അടച്ചു വെച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കണേ. അത് നമുക്കൊരു പാത്രം വെച്ചാണെങ്കിൽ അടച്ചാ പോരെ? പോരെ? എടാ എനിക്ക് തോന്നണില്ല ഇത് ഇങ്ങനെ ആയി വരും. ഒരു ബുളുബുളാന്നുണ്ടാ അത് നോക്കാ. ഇത് ആയില്ലെങ്കി ഇപ്പൊ എന്ത് ചെയ്യുന്ന? അത് കൊള്ളല്ലേ കേട്ടാ. ഒന്നുകൂടി ആക്കണോ? ഇല്ല, ഇവിടെ ഒരു കുഞ്ഞിന്റെ പീസ് ഉണ്ടായിരുന്നു. ഇത്രയാ ഇനി ആവൂല ഇത് കേട്ടോ. നമ്മളെ വില പാലിന്റെ ബ്രെഡിന്റെ ഒക്കെ കുറവ് അങ്ങനെ മൂലമാണ് കൊളമാകുള്ളൂ. എടുത്ത ഫ്രിഡ്ജിലോട്ട് ഫ്രിഡ്ജ് ചൂടായി പോയി. ഇത്തിരി നാറിയിട്ട് വെച്ചാ മതി. അതേ തൊട്ടോക്ക്. അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഇതായി പോകും. നമുക്ക് ഇത്തിരി നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പൊ ഇനി ഇനി നിങ്ങളെ കാണുന്നത് ഇത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കേട്ടോ നമ്മളിനി വരാൻ വേണ്ടി പോണത്. നാറിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കണത്. എനിക്ക് ആ പേടിയാവുക. ഞാൻ വിചാരിക്കണം അത് കൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം പോലെ പോകും. അപ്പൊ പിന്നെ എങ്ങനെ മുറിക്കുക? അവര് മുറിച്ച പോലെ മുട്ട ശരിക്കും ഇതല്ലേ? മുട്ട പുഴുങ്ങി കഴിയുമ്പോഴത്തേക്കും അത് ഇതാകുമല്ലേ? സ്റ്റീം ചെയ്ത് കഴിയുമ്പോ മുട്ടയുടെ ഒരു കൺസിസ്റ്റൻസി വരില്ലേ? അതുപോലെ വന്നിട്ടില്ലേ? ഹാർഡ് ആവൂലല്ലോ. പുഡിങ് ഇങ്ങനെ ഒരു ജെല്ലി ടൈപ്പ്. അപ്പൊ നമുക്ക് ഇത്തിരി കഴിയുമ്പോ നമുക്ക് അതെടുത്ത് കുറച്ചേരം ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചിട്ട് അപ്പൊ എന്നത് ആറട്ടെ. അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഇതാവൂല. അത്രയും പൊള്ളിയല്ലേ ഇരിക്കുന്നത് നമുക്കൊരു. അപ്പൊ ചെലപ്പോ മുട്ട വെച്ചിട്ടാണല്ലോ അത് ആ ഫേമായിട്ട് നിൽക്കുള്ളൂ. ഹലോ ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. അങ്ങനെ ടിവിയുടെ ദൂരിട്ടിട്ടുണ്ട്. ഇടിവെട്ടേ. അപ്പൊ നമ്മള് ഫ്രിഡ്ജിൽ വെച്ച് ഇപ്പൊ 2-3 മണിക്കൂറൊക്കെ ആകാറായിട്ടുണ്ട്. 3 മണിക്കൂർ ഇല്ലേ? 3 മണിക്കൂർ. എനിക്ക് അറിയില്ല ഇത് കറക്റ്റ് ആകും. എനിക്ക് പേടിയാ ജെല്ലിക്ക്. ഇങ്ങനെ ഒന്ന് സൈഡ് അയ്യോ കുറച്ച് തണുക്കണമല്ലോ. തണുപ്പില്ല. എന്തായാലും കുളമാകാം. സൈഡ് ഒന്നും ഇങ്ങനെ ആക്കട്ടെ. വേണ്ടേ? അങ്ങനെ ആക്കണമല്ല. ഇങ്ങനെ ആക്കണം. ആക്കിക്കോ. നിങ്ങക്ക് പേടിയാണല്ലേ? ഇത് വേണമെങ്കിൽ നമുക്ക് എനിക്കൊന്ന് വീട്ടിൽ പോണം. അതാണെങ്കിൽ പോയി വരുമ്പോ ചിലപ്പോ ലേറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ വേഗം അതിന് വേണ്ടി വീട്ടിൽ പോകാനുള്ള എക്സൈറ്റ്മെന്റും പിന്നെ ഈ പുഡിങ് കഴിക്കാനുള്ള എക്സൈറ്റ്മെന്റും കൂടിയാണ്. റെഡി? നമ്മുടെ ജെല്ലി കേക്ക് പാടി സൈഡാണ് ഇതിന്റെ ഒക്കെ ആള്. ക്യാമറയിൽ കിട്ടണ്ടെന്ന് നോക്കി. അതൊക്കെ ഉണ്ട്. നല്ല ഇടിവെട്ടിട്ടാ. റെക്കോർഡിംഗ് ഇനി ഒന്ന് കമത്തുവോ? വെച്ചു പേടിയാവണ്. നമ്മുടെ അടുത്ത് വലിയൊരു ഉണ്ടാ. ഞാൻ പൊക്കട്ടെ. അമ്മ നോക്കട്ടെ. നോക്കിക്കോ. പയ്യെ സൂപ്പർ. അങ്ങനെ ലോകത്ത് ആദ്യമായിട്ടൊരു അത്ഭുതം. ഇതിൽ ഇനി ഇരിക്കുന്നുണ്ട്. പക്ഷെ നോക്കട്ടെ. ഓ ഇതിങ്ങളെ കൊണ്ട് തോച്ച്. എനിക്ക് തന്നെ അധികം താല്പര്യമില്ലാട്ടത് കഴിക്കാൻ. മുറിക്കട്ടെ. സ്പൂൺ എനിക്കില്ലല്ലോ സ്പൂൺ. അത് മതി. നമുക്കിത് കഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോവാ. അച്ഛനും അമ്മയ്ക്കും കൊടുക്ക. അപ്പൊ എന്റെ ഫോൺ തന്നെ വേണ്ട ചെയ്തോട്ടെ. ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതാണ് ഭംഗിയാക്കണ്ട. ഞാൻ ഈ ലെയർ എടുക്കുക മുറിക്കുമ്പോ. Oh my God! അടിപൊളി. ലെയർ ഇട്ടിട്ടുണ്ടാ? അടിപൊളി. ഇത് കറക്റ്റ് ആ സാധനം കേട്ടോ. നമ്മൾ ഇവിടെ നിന്നൊക്കെ കഴിക്കണ പോലെ തന്നെ. പാരഗണിന്ന് സത്യം. കറക്റ്റ് ആ കൺസിസ്റ്റൻസി. ഇതില് വെക്കട്ടെടോ. ആ വൈറ്റ് പാത്രം എടുത്തുണ്ടല്ലോ അമ്മ കഴിക്കണ.
എനിക്കറിയാൻ കഴിയില്ല. കാണൂലല്ലോ ആളുകളില്ലാതെ കഴിക്കുന്നത്. എക്കത്തിന് ആർത്തിയാണ് കഴിക്കാനായിട്ടുള്ളത്. പറയണ ആൾക്ക് ഒട്ടുമില്ല. എനിക്കില്ല. എനിക്കില്ല കേട്ടാ, എനിക്ക് മധുരം വലിയ കാര്യമാണ്. ഇങ്ങനെ മുഖത്തോട്ട് ഒടിഞ്ഞു പോയോ അത്? മധുരം കൂടുതലല്ല കേട്ടോ. അല്ലേ? മുഖത്തോട്ട് ഇതിന്റെ ഇതൊന്ന് കറക്റ്റ് ഇത് എടുത്ത് ഞാൻ എടുക്കാം. എങ്ങനെയുണ്ട് ലച്ചു? നല്ല ടേസ്റ്റ്. സത്യം ഒരു ദിവസം കൂടി വരുമോ? തരാന്നൊക്കെ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്കൊന്ന് മറ്റേ നമ്മള് പുറത്തുനിന്ന് മേടിക്കുന്ന ടേസ്റ്റ് അല്ല, ടേസ്റ്റ് അതിന്റെ സിമിലർ ആണ്. ഞാൻ കഴിച്ചിട്ടില്ല. ഞാനും കഴിച്ചിട്ടില്ല. എനിക്ക് ഒന്നാമത് ഇത് ഇഷ്ടമല്ല പുഡിങ്. കൊണ്ടോ ഞാൻ എന്തായാലും ഒരു ഇത്തിരി കഴിച്ചു നോക്കാം. എനിക്ക് അത്ര താല്പര്യമില്ലാത്ത സംഭവമാണ് ഇതൊക്കെ. മധുരം ആണോ? ഇനി വേണോ? അച്ഛന് കൊടുക്കട്ടെ, അമ്മയ്ക്ക് കൊടുക്കാം. ഇനി വേണോ? അല്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോവാ. ഇത് അവർക്ക് കൊടുക്കാം, ഇത് അച്ഛന് ഇതില് കൊടുക്കും. ഇത് അച്ഛമ്മക്ക്. അയ്യോ, അത് ഇതായിപ്പോയല്ലേ. വേറെ എടുക്കണോ? സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഫ്ലഫിയാണല്ലോ. ഇത് കുറച്ചും കൂടി ഫ്രിഡ്ജിൽ ഇരിക്കണമായിരുന്നു. കുറച്ചും കൂടി ഫ്രിഡ്ജിൽ ഇരിക്കണം. അതിന് ക്ഷമ വേണ്ട ഇവിടെയുള്ള ആൾക്കാർക്ക്. അച്ഛനോട് 10 പ്രാവശ്യമായി അവള് പോയി. നല്ല രസമുണ്ട് കേട്ടാ. കറക്റ്റ് ഇത്തിരി നമ്മളിത് എടുത്ത് ഇനി ഫ്രിഡ്ജിൽ വെക്കാൻ പോണേ വീണ്ടും. ഞാൻ ഒരു സ്പൂണാണ് കേട്ടോ എടുക്കണം. എനിക്ക് ഇങ്ങനെ അത്രയും താല്പര്യം ഇല്ലാത്തോണ്ടാണ് കഴിക്കാത്തത്. മുറിച്ചിലോട്ട് വെക്കണം ഇത് കേട്ടാ. ഇതിപ്പോ തന്നെ തീരെ ഫ്രിഡ്ജിലൊന്നും വെക്കാൻ. ഇത് ഇങ്ങനെ എടുത്ത് ഇതിലോട്ട് വെക്കാൻ പറ്റുമോ? വീഴോ? തട്ടിയിട്ടത് ഒടിയും. ഇല്ല, അത് ചരിച്ചു പിടിക്കേ. ഇങ്ങോട്ട് അടുപ്പിച്ച് പിടിക്കുക. നീ കൊട്ടി എടുക്കാം. അച്ഛന്റെ ചോറ്റും പാത്രം ഇരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ അത്യാവശ്യം സക്സസ് ആയിട്ടുണ്ട് അല്ലേ? സൈദുറ പറഞ്ഞ പുറത്ത് കഴിക്കണതിന്റെ ആ ഒരു ചെറിയ ടേസ്റ്റ് വന്നിട്ടില്ല. നമുക്കൊന്നും കൂടി തണുപ്പിക്കാം. എനിക്കിഷ്ടല്ല. എനിക്കിത് ഇഷ്ടല്ല. ഗുലാബ് ജാമുൻ, രസഗുള എന്തെങ്കിലും നല്ലത് ഇഷ്ടമാണ്. കുറച്ച് മുളക് വെച്ച് ഗുലാബ് ജാമുൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നില്ലേ ഇഷ്ടമുള്ളതൊക്കെ? അപ്പൊ നമ്മുടെ ഈ വീഡിയോ അവിടെ കളയല. എനിക്കിനി തുടയ്ക്കാൻ വയ്യ, പോവാനുള്ളതാ. മതി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നിസ്സാരം ബൈരാക്കി വരാം. ബൈ, സീ യു. പിന്നില്ലേ, ഇത് ഒരു അറേബ്യൻ ബ്രെഡ് പുഡിംഗ് ഉണ്ട്. അത് ഞാനൊരു ദിവസം ഉണ്ടാക്കും. വീഡിയോയ്ക്കല്ല, ജസ്റ്റ് കഴിക്കാം. അതിങ്ങനെ സ്റ്റീം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, വെറുതെ ബ്രെഡ് സോക്ക് ചെയ്ത്. അപ്പൊ ഇതെല്ലാവരും ഉണ്ടാക്കുകയാണ്. ഇത് ഭയങ്കര എളുപ്പമാണ്. ഇപ്പൊ വെക്കേഷൻ അല്ലേ, അപ്പൊ അമ്മമാരൊക്കെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കട്ടാ. ബൈ. സിമ്പിൾ ആണല്ലേ. നമുക്ക് എന്തെങ്കിലും ബിരിയാണി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ടേ ഒരു ഡെസേർട്ട് പോലെ ഇത് ഉണ്ടാക്കാൻ വേണ്ട ഇല്ലേ? ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, നന്നായിട്ടൊന്ന് തണുക്കണം.